Coming to my professional life, now there comes a thing called bridging the gap. ആ bridging the gap അഭാവത്തിലൂടെ എനിക്ക് ചിലപ്പോൾ ഈശോയിൽ നിന്ന് വലിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, ഈശോയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ എൻ്റെ ജോലിനെയും എൻ്റെ ഒരു ടൈം ഷെഡ്യൂളിനെയും കുറ്റം പറഞ്ഞ് പണ്ടുണ്ടായിരുന്നൊരു ഭക്തി ആയിരുന്നില്ല പിന്നെ കോർപ്പറേറ്റ് ലൈഫിലോട്ട് പോകുമ്പോൾ. ഒരുപക്ഷെ എല്ലാ യുവജനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നതാ. കോളേജിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൽ നിന്നും ആ ഒരു സെക്യൂരിറ്റിയിൽ നിന്നും നമ്മൾ മാറുമ്പോൾ നമ്മൾ പിന്നെ വീണ്ടും ആ 100 ആട്ടിൻകുഞ്ഞിൽ ഒരു കുഞ്ഞായി മാറും. കർത്താവിലേക്ക് നമ്മൾ വീണ്ടും അടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നമ്മൾ നമ്മുടെ ജോലിനെ കുറ്റം പറയും. പക്ഷേ ഞാൻ എൻ്റെ കാര്യം കർത്താവിൻ്റെ അടുത്ത് അർപ്പിച്ചു. ഈശോയെ, എനിക്ക് വീണ്ടും ഇതിലോട്ട് അടുക്കണം, എനിക്ക് വീണ്ടും നിന്നെ വേണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് മൈ ഫാദർ ഫൗണ്ട് മീ അഗൈൻ. ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ നിന്ന് മാറ്റി വന്നപ്പോൾ 2ാമത്തെ വർഷം എൻ്റെ ജൂനിയർ ആയിരുന്നു. വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി കോളേജിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നില്ലേ, നമുക്കിത് വീണ്ടും തുടങ്ങണ്ടേ. അങ്ങനെയാണ് ആ ഒരു ജൂനിയറിൻ്റെ സഹായത്തോടെ ഒരു സീനിയർ വീണ്ടും ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൽ ആക്റ്റീവായി മാറുന്നത്.